ഇന്ന് ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ് അകാല മരണങ്ങൾ സംഭവിക്കുന്നു. അതായത് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും അവരുടെ ശരീരത്തിൽ കാണിക്കുന്നില്ല, സഡൻ ആയിട്ടൊക്കെയുള്ള ഡെത്ത് സംഭവിക്കുന്നു. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് സൈലൻ്റ് അറ്റാക്കാണ്. അതായത് രാത്രി സമയങ്ങളിൽ അവർ കിടന്നുറങ്ങാൻ പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ ആകുന്ന സമയത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് സൈലൻ്റ് അറ്റാക്കാണ് അവരിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ചെറുപ്പക്കാരിൽ, അതായത് ഒരു 20 വയസ്സിനും ഒരു 40 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരിലാണ് ഇപ്പം കൂടുതലായിട്ടും ഇങ്ങനെയുള്ളത് സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് കാലങ്ങളിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമായിരുന്നു, അരിയും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം തന്നെ നമ്മൾ കഴിക്കുമായിരുന്നു. പക്ഷേ അന്ന് ഈ ഒരു ഏജിൽ വരുന്ന ആളുകളിൽ എന്തില്ല, സൈലൻ്റ് അറ്റാക്ക് വരിക അല്ലെങ്കിൽ അകാല മരണങ്ങൾ സംഭവിക്കുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു അറ്റാക്ക് വരുന്നതും ഹൃദയസ്തംഭനം വരുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇത് കാണുന്നത് ആരിലാണ്, ഈ ഒരു ഏജിൽ പറയുന്ന ആളുകളിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം ഫാസ്റ്റ് ഫുഡ് എന്നൊരു വില്ലനെ കുറിച്ചിട്ട്. അപ്പം നമ്മളെല്ലാവരും പറയാറുണ്ട് ഫാസ്റ്റ് ഫുഡ് വലിയ പ്രശ്നമൊന്നുമില്ല, എന്താണ് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതല്ലേ, ചിക്കൻ നല്ലതല്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയത്തില്ല. നമ്മളത് ജസ്റ്റ് കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് ശരീര പ്രശ്നങ്ങൾ വരുന്ന ഒരു ഭക്ഷണമാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ ചെയ്തൊരു റിപ്പോർട്ട് നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, കൂടുതലായിട്ടും ഈ ഒരു അകാല മരണം സംഭവിക്കുന്നത് ചെറുപ്പക്കാരിലാണ്. അതായത് 39 വയസ്സിന് താഴെയുള്ള ആളുകളിൽ മരിച്ച ആളുകൾ അവരൊരു സ്റ്റഡി നടത്തി. അതായത് മരിച്ച ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. അവർ വീണ്ടും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അവർക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ നടക്കുന്നില്ല, ഹൃദയത്തിലോട്ടുള്ള ഓക്സിജൻ സപ്ലൈ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ ഒരു എവിടെയാണ് വരുന്നത്, ആമാശയത്തിൽ, അതായത് നമ്മുടെ വയറിൽ കാണിക്കുന്നത് എന്താണെന്നോ, പൊരിച്ച ചിക്കൻ വരെ ദഹിക്കാത്ത രൂപത്തിൽ കാണുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഈ അമിതമായിട്ട് കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുമ്പം ഒരു ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഹാഫ് ബിരിയാണി നിങ്ങൾ കഴിച്ചോ, അതായത് 2 വീക്സ് കൂടുന്ന സമയത്ത് ഒരു ഹാഫ് ബിരിയാണി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങുന്ന സൈഡ് ഡിഷുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻസ് അല്ലെങ്കിൽ ചിക്കൻ 65 എന്നൊക്കെ പറയുന്ന ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണ് ഞാനീ പറയുന്നത്. നമ്മളിപ്പോൾ ഒക്കേഷണലി എപ്പോഴെങ്കിലും ഒരു തവണയൊക്കെ ഒന്ന് കഴിച്ചെന്ന് കരുതി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ശരീരമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. എന്നാൽ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളിങ്ങനെ യാതൊരു വർക്കൗട്ടും ഒന്നും ഇല്ലാത്ത ആളുകളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതും ഈ സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയിലാണ്. അതായത് സൈലൻ്റ് അറ്റാക്കാണ്. ഒരുവിധം ആളുകളിലെല്ലാം കണ്ടത് സൈലൻ്റ് അറ്റാക്കാണ്. ഇതിനെ അവർ ആ ഒരു നെയിം തന്നെ വിളിച്ചത് എന്താണ്, സഡൻ ഓർഗൻ ഡെത്ത് എന്നാണ്. അതായത് പെട്ടെന്ന് നമ്മുടെ ഓർഗൻസ്, അവയവങ്ങൾക്ക് വരുന്ന ഒരു ക്ഷതം അല്ലെങ്കിൽ അവയവങ്ങൾ മരിക്കുന്ന കണ്ടീഷനാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണ്, ഹൃദയസ്തംഭനം തന്നെയാണ്, അറ്റാക്ക് തന്നെയാണ്. ഇപ്പോൾ നോർമലി അറ്റാക്ക് വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുൻപൊക്കെ ആയിട്ട് എന്തായിരിക്കാം, നമുക്ക് പെയിൻ ഉണ്ടായിരിക്കാം, ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പരവേശം, കംപ്ലീറ്റ് ആയിട്ട് ബോഡി വിയർക്കുന്നു, കൈകളിലോട്ട് വേദന വരുന്നു, അതുപോലെ തന്നെ താടിയെല്ലിലോട്ട് വേദന പോകുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഓക്കാനം വരുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോർമലി അറ്റാക്കിൻ്റെ സിംറ്റംസിലായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സൈലൻ്റ് അറ്റാക്ക് വരുന്ന സമയത്ത് എന്താണ്, കൂടുതലായിട്ടും യാതൊരു സിംറ്റംസും ഇല്ലാണ്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങിക്കഴിയുന്നു, രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നില്ല. ഇതാണ് സൈലൻ്റ് അറ്റാക്ക്. അപ്പം ഇത് കണ്ടുവരുന്നത് ഈ ഒരു റേഞ്ച്, ഈ ഒരു ഏജിലുള്ള ആളുകളിലാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ സമയവും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് യാതൊരു മൂവ്മെൻറ്റ്സും ശരീരത്തിൽ വരുന്നില്ല. ചില ആളുകൾ പൊറോട്ട കഴിക്കാറുണ്ട്. പൊറോട്ട കഴിച്ച് കഴിഞ്ഞാലും അവർ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ നന്നായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ്, ബർഗർ, പിസ്സ അല്ലെങ്കിൽ ഈ പൊറോട്ട, ചിക്കൻ ഫ്രൈഡ് ഐറ്റംസ്, ചിക്കൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. നമ്മളത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അത്യാവശ്യം നല്ല ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലോട്ട് വേണ്ട പ്രോട്ടീൻസും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ നമ്മളിത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന സമയത്ത് ഈ ഓയിൽ നമ്മൾക്ക് എത്രത്തോളം അത് സേഫാണ് എന്നൊന്നും അറിയില്ല. എന്നിട്ടും നമ്മളെല്ലാവരും വാങ്ങി കഴിക്കുകയാണ്. ഒരുവിധം ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ഈ ഒരു ഹോട്ടൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത്,
ഇങ്ങനെയുള്ള അസുഖങ്ങളും കൂടുകയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു സാധാ ഒരു കാലുവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു മുട്ടുവേദനയായിട്ട് പോകുന്നതിലും കൂടുതൽ നമ്മൾ കാണുന്നത് എന്താ, കൊളസ്ട്രോൾ കൂടുന്നു ആളുകളിൽ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുന്നു, കിഡ്നി കംപ്ലയിൻറ്റ്സ് കൂടുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് വെറുതെ ഡോക്ടേഴ്സ് പറയുന്നതല്ല. നമ്മൾ അതിലൊക്കെ ഓരോരോ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം വളരെ നേരത്തെ ഷുഗർ വരുന്നത് ആളുകളിൽ. ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഷുഗർ വരുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഷുഗർ വരും. അതിനുള്ളൊരു സ്റ്റഡിയും കൂടി നടത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അവരൊരു ഇങ്ങനെ തന്നെ സെയിം ഈ പിസയും ബർഗേഴ്സും ഒക്കെ കഴിക്കുന്ന ആളുകളിൽ സ്റ്റഡി നടത്തിയപ്പോൾ എന്താ മനസ്സിലാക്കിയത്, ഇതിലുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ ഹൈ ഹീറ്റിൽ നമ്മളിത് ഫ്ലെയിം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഷുഗർ റിലീസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്ന ആളുകളിലും എന്ത് വരുന്നത്, ഡയബറ്റീസ് വരുന്നത്. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ട് നിങ്ങൾ വീട്ടിൽ കഴിവതും കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അളവിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റ്സും വരുന്ന ഫുഡുകൾ കഴിക്കുക. എക്സസൈസ് നിർബന്ധമാണ്. എല്ലാ ദിവസവും നിങ്ങളൊരു അരമണിക്കൂർ കാർഡിയോ വർക്കൗട്ട് ചെയ്യാം. എല്ലാവർക്കും ചിലപ്പം ജിമ്മിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ സൂംബ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ നന്നായിട്ട് നടക്കുക, കൈ വീശി നടക്കുക. അരമണിക്കൂർ നന്നായിട്ട് നിങ്ങളുടെ ബോഡിക്കൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുക. ഇന്നിപ്പം നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആളുകളിൽ കൊളസ്ട്രോൾ വരുന്നു, അല്ലെങ്കിൽ BP കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ മെയിനായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാക്കണം. അപ്പം ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ അത് ഒക്കേഷണലി ആക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യരുത്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ജോലീൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയും ടൈമില്ല. എല്ലാവർക്കും ഉള്ളത് ഒരേ സമയമാണ്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് റൂട്ടീൻസിൽ ചേഞ്ചസ് വരുത്തുക. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകളിൽ വളരെ കോമൺ ആണ് ഈ ജ്യൂസുകൾ കുടിക്കുന്നത്. അതായത് ഈ ബർഗർ പിസയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫ്രൈഡ് ചിക്കൻസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ കൂടെ എടുക്കുന്ന ജ്യൂസുകൾ, അത് പ്രത്യേകം നോക്കുകയാണെങ്കിൽ കോള, പെപ്സി പോലുള്ളതൊക്കെ, ഇതൊക്കെ എല്ലാം തന്നെ എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഷുഗറിനെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പ് കൂടുന്നു. കൊഴുപ്പ് കൂടിയിട്ട് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പം ഓൾറെഡി നിങ്ങൾ ഇപ്പം ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും കഴിച്ചെന്ന് കരുതുക, കഴിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. കാര്യങ്ങൾ കുറച്ച് ദൂരം, നോർമലി നടക്കുന്ന ദൂരത്തിനേക്കാളും കുറച്ചധികം ദൂരം നടക്കുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം കൂടുതൽ നാരുകളുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടില്ല. എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ഈ ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാരുകൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഈ വാഴത്തട്ട, വാഴപ്പിണ്ടി, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുക. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന നെയ്യൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ നെയ്യൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ടാണ്. പക്ഷെ അതെന്ത് ചെയ്യുക, ഓവർ ഹീറ്റ് ചെയ്യാതെ ഒരു നോർമൽ ടെമ്പറേച്ചറിലൊക്കെ ഹീറ്റാക്കിയിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഓവർ ഫ്രൈഡ് ആക്കി കഴിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് അത് മാക്സിമം കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മളായിട്ട് ഒരു അസുഖം വരുത്തി വെക്കരുത്. നമുക്ക് ഇപ്പോഴൊന്നും യാതൊരു കുഴപ്പവും തോന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം, ഒരു ഡയബറ്റീസ് വന്ന് കൊളസ്ട്രോൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. ആ മരുന്ന് നമുക്ക് എപ്പം നിർത്താൻ പറ്റുമെന്നുള്ള യാതൊരു ധാരണയും നമുക്കില്ല. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരും. എല്ലാ ദിവസവും നമ്മൾ മെഡിസിൻസ് കഴിക്കുക. ഈ മെഡിസിൻ വാങ്ങാൻ നമുക്കൊരു പൈസ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. നമ്മൾ പണ്ടുള്ള സമൂഹം പോലെയല്ല ഇപ്പോഴുള്ള ആളുകൾ. പണ്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ നമുക്കൊരു മിനിമം 60 വയസ്സ് വരെയെങ്കിലും ജീവിക്കണമെങ്കിൽ
നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള, കാരണം എല്ലാം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആണ്, നമ്മുടെ ഫുഡിൽ ഒരുപാട് ടോക്സിൻസ്, കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഏജ് വരെ ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ടും ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക. ഒക്കേഷണലി എപ്പോഴെങ്കിലും മാത്രം അത്ര നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ സ്വയം കുക്ക് ചെയ്ത് കഴിക്കുക. ഹെൽത്തി ആയിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് പോലുള്ള ഏതെങ്കിലും ഒരു അസുഖമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും കൺസൾട്ടേഷൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.